ഹായ്, സൂസൻ മിസ്സിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പാട്ടു പാടിയാൽ പോരാ, ഒരു കോടി പാടിയാൽ പോരാ, എന്നാൽ മനാഥനെ വർണ്ണിക്കാൻ മതിയാകുമോ എൻ്റെ പ്രിയ ശ്രോതാക്കളെ? ഒരു പാട്ട് പാടിയാൽ മതിയോ? 100 പാടിയാൽ മതിയോ? 1000 പാടിയാൽ മതി? 1 കോടി പാടിയാൽ മതിയോ? ഈ പാട്ട് ഇത്രയും പാടിക്കഴിഞ്ഞാൽ അതിനകത്ത് യേശുവിനെ വർണ്ണിക്കാൻ പറ്റുമോ? യേശുവിനെ കുറിച്ചുള്ള വർണ്ണനകത്ത് ഇൻക്ലൂഡ് ആകുമോ? ഒരിക്കലുമില്ല. യേശു ദൈവം എന്ന് പറയുന്നത് ഈ ഭൂമിയും ഭൂമണ്ഡലം നിർമ്മിക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. ദൈവമാണ് ഭൂമിയും ആകാശവും. ഭൂമി സർവ്വജരാജങ്ങളെയും സൃഷ്ടിച്ചതും സൂര്യനെയും ചന്ദ്രനെയും സകല ഗോളങ്ങളെയും തൻ്റെ കയ്യിലെടുത്ത് പെർഫെക്റ്റ് പ്ലാനോടുകൂടി ആകാശമണ്ഡലം ഉറപ്പിച്ച ആ ദൈവം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് ഒന്നിലും ഒതുക്കാൻ പറ്റില്ല. ദൈവത്തിന് ഒരു സ്ഥിരമായൊരു രൂപം ഇല്ല. സർവ്വവ്യാപിയാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിനൊരു രൂപം ഇല്ല. അതുകൊണ്ട് ദൈവത്തിന് ഒരു പള്ളിയിലോ ഒരു രൂപക്കൂട്ടിലോ ഒരു കുരിശുമൂട്ടിലോ ഒരു കാണിക്കവഞ്ചി എങ്ങും ഒരു ഫോട്ടോയിലോ എങ്ങും നമ്മുടെ ദൈവത്തെ ഒതുക്കുവാൻ കഴിയുകയില്ല. ദൈവം എന്ന് പറഞ്ഞാൽ അത് സർവ്വവ്യാപിയാണ്. ആ ദൈവത്തെ എത്ര പാട്ട് പാടിയാൽ വർണ്ണിക്കാൻ കഴിയും? എന്നോട് ഇങ്ങനെ ഒരു പാട്ട് പാടിയാൽ പോരെ, 1 കോടി പാടിയാൽ പോരെ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ആദ്യം തന്നു. എനിക്കത് വലിയ എന്ത് വേണമെങ്കിലും അനേക ഗാനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യാശ ഗാനങ്ങൾ, ആശ്വാസ ഗാനങ്ങൾ, ദുഃഖഗാനങ്ങൾ, ക്രൂശമരണത്തിൻ്റെ സോങ്ങുകൾ, ഒരുപാട് സോങ്ങുകളും ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവിനെ വർണ്ണിച്ച് പാടുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്തിനോട് ഓമിക്കും? നമ്മുടെ കർത്താവിനെ എന്തിനോട് ഓമിക്കും? ഏതിനോട് ഓമിച്ച് പാടും? സൂര്യനെ പോലോ ചന്ദ്രനെ പോലോ ഒന്നുമല്ല, ഒരിക്കലുമല്ല. 2-3 വർഷം മുമ്പ് എന്നോട് ഇതുപോലെ പറഞ്ഞു, സുന്ദരനേശുവേ സുന്ദരനേശുവേ എന്നും പറഞ്ഞ പാട്ട് കേട്ട പാടി ഞാൻ പറയാം, എൻ്റെ കർത്താവ് എനിക്ക് പഠിച്ചു. ഞാൻ ഡയറിയും പേനയും കളഞ്ഞിട്ട് ഓടിപ്പോയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്ന് ആ പാട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. കേട്ട് കാണും എല്ലാവരും സുന്ദരനേശുവോ സുന്ദരനേശു. യേശുവിനെ വർണ്ണിച്ച് പാടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്തോനാൽ ഓമിക്കും? കർത്താവിനെ ഒന്നിനോട് ഓമിക്കാൻ കഴിയുകയില്ല. ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാകിയാൽ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല എന്നാണ് ബൈബിളിൽ വചനം പറഞ്ഞിരിക്കുന്നത്. കൈപ്പണിയായ ക്ഷേത്രങ്ങൾ മനുഷ്യൻ ഒരിക്കലും സൃഷ്ടിച്ചവൻ സൃഷ്ടിയേക്കാൾ ഒരിക്കലും വലുതല്ല. സൃഷ്ടിയേക്കാൾ വലുതാണ് എന്താണ്? സൃഷ്ടിച്ചവനേക്കാൾ ഒരിക്കലും വലുതല്ല സൃഷ്ടി. അപ്പോൾ ദൈവത്തെ നമുക്ക് വർണ്ണിച്ച് പാടുവാൻ വളരെ അസാധ്യമായ കാര്യമാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ വർണ്ണനയുടെ യേശുവിനെ വർണ്ണിച്ച് പാടുന്ന ചെറിയൊരു വേർഷൻ മാത്രം ഞാൻ പാടി കേൾപ്പിക്കാം. അപ്പോൾ ദൈവമായ കർത്താവെല്ലാവരും ധാരാളമേ അനുഗ്രഹിക്കട്ടെ. ശ്രോതാക്കളെല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കേൾക്കാം. ഒരു പാട്ടു പാടിയാൽ പോരാ, 1 കോടി പാടിയാൽ പോരാ, എന്നാൽ മനാഥനെ വർണ്ണിക്കാൻ ഒരു നോക്കു കണ്ടിട്ടില്ല, ഒരു വാക്കു കേട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? ഇത്ര സുന്ദരനായവനെ, ഇത്ര സൗമ്യനായവനെ, ഇത്ര കോമളനായവനെ, എൻ്റെ ആത്മനാഥനെ, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? ഒരു പാട്ടു പാടിയാൽ പോരാ, 1 കോടി പാടിയാൽ പോരാ, എന്നാൽ മനാഥനെ വർണ്ണിക്കാൻ ഒരു നോക്കു കണ്ടിട്ടില്ല, ഒരു വാക്കു കേട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? ഇത്ര സുന്ദരനായവനെ, ഇത്ര സൗമ്യനായവനെ, ഇത്ര കോമളനായവനെ, എൻ്റെ ആത്മനാഥനെ, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? ഒരു നോക്കു കണ്ടിട്ടില്ല, ഒരു വാക്കു കേട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? മാരിവില്ല് വിരിഞ്ഞതുപോലെയല്ല മുഖശോഭ, അല്ല അല്ല. പൂനിലാവ് പരന്നതുപോലെയല്ല ആ പൊന്മുഖം. മാരിവില്ല് വിരിഞ്ഞതുപോലെയല്ല
ശോഭ. പൂനിലാവ് പരന്നതുപോലെയല്ല പൊന്മുഖം. ഒന്നിനോടും നീ ഇണങ്ങുകയില്ല, ഒന്നിലും നീ ചേരുകയില്ല. ഒന്നിനോടും നീ ഇണങ്ങുകയില്ല, ഒന്നിനോടും നീ ചേരുകയില്ല. പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും എൻ്റെ ആത്മനാഥനെ, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും. ഒരു നോക്കു കണ്ടിട്ടില്ല, ഒരു വാക്കു കേട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും. ഒരു നോക്കു കണ്ടിട്ടില്ല, ഒരു വാക്കു കേട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും എൻ്റെ ആത്മനാഥനെ, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും. ഒരു പാട്ടു പാടിയാൽ പോരാ, ഒരു കോടി പാടിയാൽ പോരാ എൻ്റെ ആത്മനാഥനെ വർണ്ണിക്കാൻ. ഒരു നോക്കു കണ്ടിട്ടില്ല, ഒരു വാക്കു കേട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും എൻ്റെ ആത്മനാഥനെ, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും. സൂര്യചന്ദ്രൻ ഉദിച്ചതുപോലെയല്ല പൊൻപ്രഭ, കോടാനുകോടി നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെയല്ല ദിവ്യജ്യോതിസ്. സൂര്യചന്ദ്രൻ ഉദിച്ചതുപോലെയല്ല പൊൻപ്രഭ, അല്ലേ അല്ല. കോടാനുകോടി നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെയല്ല ദിവ്യജ്യോതിസ്. നീ ഒന്നിനോടും ഇണങ്ങുകയില്ല, ഒന്നിനോടും നിന്നെ ഓർമ്മിക്കാൻ വയ്യ. നീ ഒന്നിനോടും ഇണങ്ങുകയില്ല, ഒന്നിനോടും നിന്നെ ഓർമ്മിക്കാൻ വയ്യ. പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും എൻ്റെ ആത്മനാഥനെ, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും. ഇത്ര സുന്ദരനായവനെ, ഇത്ര സൗമ്യനായവനെ, എത്ര കോമളനായവനെ, ഇത്ര സുന്ദരനായവനെ, ഇത്ര സൗമ്യനായവനെ, എത്ര കോമളനായവനെ എൻ്റെ ആത്മനാഥനെ, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും. ഒരു നോക്കു കണ്ടിട്ടില്ല, ഒരു വാക്കു കേട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും. ഒരു നോക്കു കണ്ടിട്ടില്ല, ഒരു വാക്കു കേട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും എൻ്റെ ആത്മനാഥനെ, പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കും. ഒരു പാട്ടു പാടിയാൽ പോരാ, ഒരു കോടി പാടിയാൽ പോരാ എൻ്റെ ആത്മനാഥനെ വർണ്ണിക്കാൻ. ഒരു നോക്കു കണ്ടിട്ടില്ല, ഒരു വാക്കു കേട്ടിട്ടില്ല, പിന്നെ ഞാൻ